ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ്. ഇന്ന് നമ്മുടെ കെവിൻ അച്ഛൻ്റെ എൻഗേജ്മെൻറ്റ് വ്ളോഗാണ്. ഇന്ന് എൻഗേജ്മെൻറ്റാണ്. സോ ഇപ്പം ഞങ്ങൾ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. ചെറുതായിട്ട് ജലദോഷം പിടിച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് അപ്പുറത്ത് ഡാഡിയുടെ ചേട്ടൻ്റെ മക്കളുമാരും വൈഫും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ അങ്ങ് പോവും. അവിടെ പോയിട്ട് നമ്മളിനി ഡ്രസ്സൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ കാറിൽ കയറിയിട്ട് കാണിക്കാം. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുടി അടിയൊന്ന് കേളൊക്കെ ചെയ്തു. ബട്ട് എൻ്റെ അടുത്ത് സെറ്റിംഗ് സ്പ്രേയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോവും. എന്നാലും ഒരു സമാധാനം, ജസ്റ്റ് അടിയൊന്നും ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു ഇത്. അപ്പം ജസ്റ്റ് ഒന്ന് അടിയൊന്ന് കേൾ ചെയ്തൊക്കെ ഇട്ടു. ഇവള് രാവിലെ വരുമെന്ന് പറഞ്ഞു. ഇതിനേട്ടോ ഓൺ സൈറ്റ് ക്യാമറമാൻ ഉണ്ട് നമുക്ക് കേട്ടോ. ഞാൻ ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണാം. ഓക്കെ, നമ്മളിപ്പം കല്യാണ വീട്ടിലാണുള്ളത്. ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ മേക്കപ്പ് ഇടണം. അപ്പം ഓക്കെ, ബൈ. വന്നേ വന്നേ, നേരെ നിക്ക്. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇതാണ് കെവൂട്ടന്റെ കല്യാണമാണെന്ന്. എക്സൈറ്റഡ് ആണോ? എനിക്കും ടെൻഷനാണ്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നല്ല കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. സോ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ ചെറുക്കൻ്റെ പെങ്ങളെന്ന് പറയുന്നത്. കല്യാണ ചെറുക്കൻ അവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കുറേ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു രാവിലത്തെ പരിപാടിയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, നമ്മൾ തുടങ്ങിയോ? പുനലൂർ പോവാട്. ഇന്ന് നമ്മളെ അടുത്ത ആഴ്ച അങ്ങനെ നമ്മളിതേ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. പുനലൂർ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. ആദ്യമേ ചെന്നപ്പോൾ തന്നെ നല്ലൊരു ചേട്ടൻ്റെ അടിപൊളി വയലിൻ ഫ്യൂഷൻ പോലെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അത് കഴിഞ്ഞ് നമ്മുടെ ആൾക്കാരൊക്കെ മെല്ലനെ വരുന്നതേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഡാഡിയുടെ ചേട്ടൻ്റെ ഇളയ മോൻ്റെ കുട്ടിയാണ് ജോയാൻ. അപ്പം ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇതൊക്കെ എൻ്റെ ഫാമിലിയാണ്. നമ്മുടെ ബ്രൈഡും ഗ്രൂമും വരാൻ ഇനിയും കുറച്ചും കൂടെ ടൈമുണ്ട്. നമ്മൾ ആദ്യമേ എത്തിയത് കൊണ്ട് നമ്മൾ കുറച്ച് പോസ്റ്റായിരുന്നു ആദ്യം അവിടെ. അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കാം, നല്ല പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കാമെന്ന്. ഇതാണ് ഐറൻ ചേച്ചി, നേരത്തെ കാണിച്ച ജോസച്ചിൻ്റെ വൈഫ്. ഇവരൊക്കെ US-ലാണ് സെറ്റിൽ ആയിട്ടുള്ളത്. നിമ്മി ചേച്ചീനെ പറ്റി പറയുകയാണെങ്കിൽ ആൾ ഭയങ്കര സ്വീറ്റായിട്ടും കൂളായിട്ടുള്ള ഒരാളാണ്. പുള്ളിക്കാരത്തേക്ക് ഒരു കൈൻഡ് ഓഫ് ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സ്റ്റേജിൽ കയറിയപ്പോഴും ഒന്നും സാധാരണ ഒരു ബ്രൈഡിൻ്റെ മുഖത്ത് കാണുന്ന ഒരു ടെൻഷനും ഞാൻ കണ്ടില്ല. നിമ്മി ചേച്ചിയുടെ ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി 3 പേരാണ്. അവർ ട്വിൻസാണ്. പിന്നെ ഒരു ബ്രദറുണ്ട്, ബ്രദറിൻ്റെ വൈഫുണ്ട്, പപ്പ മമ്മയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പെൺ വീട്ടുകാരുടെ ഫാമിലിയുടെ വിശേഷങ്ങൾ. പിന്നെ അവരുടെ വക ഒരു അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു. ഒരു പാട്ടിൽ 2 പാട്ടിൽ കുറേ പാട്ടിന് അവർ ഡാൻസ് കളിച്ചു. ഭയങ്കര എനർജി ആയിരുന്നു. ചേട്ടനെ സ്റ്റേജിലേക്ക് വിളിച്ചു. അതൊരു സർപ്രൈസ് ആയിരുന്നു. ഓഡിറ്റോറിയത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നിമ്മി ചേച്ചിയുടെ വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെറുതായിട്ടൊരു വീട് കാണൽ ചടങ്ങെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ചെറിയ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. നിമ്മി ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ചേച്ചിയുടെ ഫാമിലീനെയും ബാക്കി റിലേറ്റീവ്സിനെയും ഒക്കെ നമുക്ക് കണ്ട് പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.